ഹലോ എവരി വൺ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ചൂടൊക്കെ പോയി നല്ലൊരു മഴക്കാലമായില്ലേ, അതുകൊണ്ട് തന്നെ ഒരു നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ മഴ ആയാലേ എല്ലാവർക്കും ഉണ്ടാവില്ല ഒരു ത്വര ചായ പിടിക്കാൻ പോകും. അപ്പോൾ നമുക്കും വന്നൊരു ത്വര ചായ പിടിക്കാൻ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ, അങ്ങനെ കസിൻസിനെയും കൂട്ടി നേരെ വിട്ട് ചായ പിടിക്കാൻ. കുറേ ആയി നമ്മൾ പ്ലാൻ ചെയ്യുന്നു ഇങ്ങനെ പോവാൻ. മഴ തുടങ്ങിയ പാട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് പ്ലാനിങ് മാത്രമേ നടക്കുന്നുള്ളൂ. പിന്നെ തന്നെ കോളേജ് തുറക്കാനായി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഒന്നും നോക്കില്ല, ഒറ്റ മൈൻഡിൽ അങ്ങ് പോയി. ഞങ്ങൾ 5:00 പോകാൻ വേണ്ടിയായിരുന്നു വിചാരിച്ചത്. പക്ഷെ എല്ലാവരും കൂടി പെറുക്കി പോകുമ്പോഴത്തേക്ക് 6 മണിയായി. നമ്മളെ ഈ കോഴിക്കോട്ടുകാർക്ക് രാവിലെ തന്നെ ചായ കുടിക്കാൻ പോകാന്ന് പറയുമ്പോൾ ആദ്യം തന്നെ മനസ്സിൽ വരിക ഇടയില ഹോട്ടലല്ലേ. ഇടയില ഹോട്ടലിലാണെങ്കിലോ ഞാനിതുവരെ പോയിട്ടുമില്ല. അതിൽ വേറെ കോമഡി എന്താ വെച്ചാൽ ഇതിൽ ഒരുത്തി റെയിൻകോട്ട് എടുത്തിക്കില്ല. അപ്പോൾ പിന്നെ ഒരു റെയിൻകോട്ട് വാങ്ങി പോയിട്ട് അവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് അങ്ങനെ ഇടയിൽ ഹോട്ടലിൽ പോയി നോക്കുമ്പോഴാണോ ഒടുക്കത്തെ തിരക്ക്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ മുന്നിൽ തന്നെയുള്ളൊരു ഹോട്ടലിൽ പോയി, പേരെന്നോട് മറന്നുപോയി. ഇടയിലെ ഹോട്ടലിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കിട്ടിയത് എവിടെയാ, വേറൊരു ഹോട്ടലാണ്. അങ്ങനെ നമുക്ക് വേണ്ടിയ ഫുഡെല്ലാം ഓർഡർ ചെയ്ത് ഫുഡ് കൊണ്ടുവന്നേരോ ഞങ്ങൾ ഓർഡർ ചെയ്യാത്ത സാധനമൊക്കെ കൊണ്ടാണ് അയാൾ വരുന്നത്. ഫുഡിനെ കുറിച്ചൊന്നും ഒന്നും പറയാനില്ല, നല്ല അടിപൊളി ഫുഡ് തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കലൊരു വേറെ തന്നെ ഒരു രസമാണ്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് കസിൻസിനോടൊക്കെ വന്ന് ഫുഡ് കഴിക്കലൊരു രസമുള്ള കാര്യമാണല്ലോ. നമുക്ക് ആകെ ഒരു ലൈഫുള്ളൂ, അത് നമ്മൾ എൻജോയ് ചെയ്ത് ജീവിക്കണമല്ലോ. നമ്മൾ നല്ല സമയമൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് നമ്മൾ ഇഷ്ടപ്പെട്ടവരുടെ കൂടെ എൻജോയ് ചെയ്ത് ജീവിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതൊക്കെ നമ്മളെ ലൈഫിൽ ഒറ്റവട്ടെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. ലൈഫ് ഇങ്ങനെ നീണ്ടു കിടക്കല്ലേ, അപ്പം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്ത് ജീവിക്കുക. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ എന്താക്കി അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത്. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ബീച്ചിലോട്ടാണ്. അപ്പം നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടുന്ന് ഇറങ്ങി വേഗം തന്നെ. പിന്നെ ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. സോ ദിസ് ഈസ് ലൈഫ് ഓഫ് ഗേൾസ് സൈനിങ് ഓഫ്. ബൈ.